പത്മനാഭൻ നായർ ആശാനും രാമൻകുട്ടി ആശാനും അവരുടെ ശൈലിയിലെ വളരെയേറെ സാമ്യതയും അതേസമയത്ത് വൈജാത്യവും പുലർത്തുന്നുണ്ട്. അങ്ങയുടെ ഗുരുസ്ഥാനത്ത് വന്നപ്പോൾ അത് അങ്ങയിൽ എന്ത് മൂല്യമാണ് നിക്ഷേപിക്കാൻ ശ്രമിച്ചത്? ഇന്ന് പ്രവൃത്തിയുടെ മൂല്യം, പ്രവൃത്തിയിൽ കാണിക്കുന്ന മൂല്യം രണ്ടുപേരുടെയും കൂടിയുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സ്വന്തം വ്യക്തിത്വം കാണിക്കണം. അതാണ് അതിൻ്റെ പ്രാധാന്യം അവിടേക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് രണ്ടുപേർക്കും കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഗുരുനാഥൻ്റെ ശിഷ്യന്മാരുമാണ്. പക്ഷേ ആ വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ടും കൊണ്ട് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള വഴി, പിന്നെ പ്രധാനമായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പത്മനാഭനാശാനാണ്. ആ പത്മനാഭനാശാൻ്റെ ശൈലിയാണ് കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം തന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ ആ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ശൈലി എടുത്ത് പ്രവർത്തിക്കുക കാരണം കൊണ്ടും അത് മറ്റൊരു വിധത്തിൽ ഒരു ദുരുപയോഗമായിട്ട് മാറിയിട്ടില്ല. അത്രയേ ഉള്ളൂ, പറയാനുള്ളൂ. മാറിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പൊതുജനങ്ങളും വിശ്വസിക്കുന്നു.